എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനവും സുഖം തന്നെയല്ലേ? നമ്മൾ സുഖമായിരിക്കണു അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിന്നറിന് പത്തിരി കേട്ടോ ഗൈസ് ഉണ്ടാക്കണത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഒന്നങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 1.5 ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ടാട്ടോ ചെയ്യണത്. അതിനുള്ള വെള്ളമാണ് അടുപ്പിൽ വെച്ചിരിക്കണത്. ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ചിട്ട് വേണം ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കാൻ. തിളക്കാനായപ്പം ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതിനൊന്നും ആവശ്യമില്ല. നമ്മൾ നാട്ടിലൊക്കെ അരി പൊടിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നെ പാക്കറ്റ് പൊടിയാണല്ലോ. അപ്പോൾ ഒരു സോഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മളതിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ലോണം വാടി വന്നപ്പം തീ ഓഫ് ചെയ്തു. ഇനി 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഈ വെന്ത മാവിനെ നമ്മൾ ഒരു ടേബിളിലേക്ക് വെച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടേബിളിലേക്ക് വെച്ച് കുഴക്കണത്. വെള്ളം തൊട്ട് വേണം കേട്ടോ കുഴക്കാൻ, കാരണം ചൂടുള്ള മാവാണ്. നല്ല സോഫ്റ്റ് ആക്കി കുഴക്കണം കേട്ടോ. കുഴ റെഡി ആയാലേ നമ്മളെ പത്തിരി റെഡി ആവുള്ളൂ കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ബോളാക്കി എടുക്കാം പരത്താൻ വേണ്ടിയിട്ട്. ബോളാക്കിയിട്ട് ഇനി നമ്മൾ പരത്താനുള്ള പരിപാടിയാണ് കേട്ടോ. പരത്താൻ വേണ്ടിയിട്ട് പലമ്മ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പരത്തുകയാണേ. ഞാനിങ്ങനെ മെഷീനിലൊന്നും ചെയ്യാറില്ല, എല്ലാം കൈ കൊണ്ടാണ് ചെയ്യൽ. കൈ കൊണ്ട് പരത്തിയിട്ടാട്ടോ പത്തിരി ഉണ്ടാക്കാറ്. എനിക്ക് ഈ മെഷീനിൽ വെച്ച് ചെയ്താൽ എനിക്ക് ആ പത്തിരി വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ പത്തിരി. എന്താ വെച്ചാൽ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറിയായിട്ട് നമുക്ക് ബീഫ് കറിയായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബീഫിന് കറി ഇങ്ങനെ ഒരു ഭാഗത്ത് തിളക്കണുണ്ട്, ഞാനാണെങ്കിൽ പത്തിരി ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പത്തിരിക്ക് 10 പാവാണ് കേട്ടോ. എൻ്റെ ഉമ്മമ്മ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അരിയൊക്കെ എന്താ പറയുക പൊടിച്ച് വറുത്ത് കുഴച്ച് ഈ 10 പാവും കറക്റ്റ് ആയാലും അത്ര നമ്മളെ പത്തിരി റെഡിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരി ഓരോന്നായി ചുട്ടെടുക്കുകയാണ്. നമ്മൾ ഒരുപാടായിരുന്നു പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഈ കുബൂസും ചപ്പാത്തിയല്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പുയ്യാപ്പിളിനെ കട്ട വെയിറ്റിങ്ങിലാട്ടോ. ആൾ വന്നാലേ നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. രാത്രി എത്ര വൈകിയായാലും ഒരുമിച്ചിരുന്നേ കഴിക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ ഉച്ചക്കൊക്കെ 3 വൈക്കല്ലേ, സ്കൂളിലും ഡ്യൂട്ടിയിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് നിരത്തി നമ്മൾ കഴിക്കാനുള്ള പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമ്മളെ ഒന്നങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗെയ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.